ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാം തന്നെ പീരിയഡ്സിൻ്റെ ഒരു 10th ഡേ മുതൽ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണിത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ ഇതിനോടൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ അവർ നിങ്ങളുടെ ആയിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ ഫോളോ ചെയ്തിട്ടുള്ള ടിപ്സിൽ ഏറ്റവും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ആ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ആളുകൾ ഒട്ടും തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഓവുലേഷൻ ഡേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഓവുലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ നമുക്ക് അണ്ടം വളരുന്നത് അതിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വരുന്ന ഒരു ദിവസമാണ് ഓവുലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫോളിക്കിൾസ് പ്രിപ്പയർ ആയി മുൻപോട്ടേക്ക് വരുന്നത് ഏകദേശം നമ്മുടെ ആ ഒരു ഇപ്പോൾ ജനുവരി ആണെങ്കിൽ ഏകദേശം ഒരു നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ മുതൽക്ക് തന്നെ ഈ ജനുവരിയിൽ ഏതൊക്കെ ഫോളിക്കിൾസ് പുറത്തേക്ക് വരണം എന്നുള്ള കാര്യം നമ്മുടെ ശരീരം ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ട ഫോളിക്കിൾസ് പീരിയഡ്സിന്റെ 2nd ഡേ അല്ലെങ്കിൽ 3rd ഡേ മുതൽ ഗ്രോ ആകാനായിട്ട് തുടങ്ങുന്നു. അതിനുശേഷം അതിൽ നിന്നും ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫോളിക്കിൾ റപ്ചർ ആകുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഓവുലേഷൻ സമയത്ത് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഓവുലേഷൻ ഡേറ്റ് വരുന്നത് അതിനേക്കാൾ ഒരു 4 ദിവസം മുൻപ് മുതൽക്ക് തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം സ്ത്രീ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സെമൻ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ കുറഞ്ഞത് 5 ദിവസം വരെയെങ്കിലും നിലനിൽക്കും. ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഫെർട്ടൈൽ വിൻഡോയിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. പല ആളുകളും ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്ക്, എസ്പെഷ്യലി PCOD ഉള്ള ആളുകളും ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവരൊരു ഫെർട്ടൈൽ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആരുടെങ്കിലും ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ അവർ തന്നെയോ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് ഉണ്ടാകും. ഈ ഫെർട്ടൈൽ വിൻഡോയിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത്. 6 മാസത്തിൽ കൂടുതലായിട്ട് പ്രഗ്നൻസി നോക്കുന്ന ആളുകൾ ഒരിക്കലും ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ട്, ഒരുപാട് ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രെസ് കൊണ്ട്, മറ്റുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ദിവസത്തിനേക്കാളും മുൻപ് നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഓവുലേഷൻ നടക്കുന്ന ഒരാളാണ്, പക്ഷെ അതൊന്ന് ചാൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം റെമഡീസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലോ, ഇപ്പൊ ചില ആളുകൾ ഹസ്ബൻഡ് വരുന്ന സമയം കൊള്ളിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് ഡോക്ടറെ പോയി കാണാറുണ്ട്. അപ്പോൾ ഡോക്ടർ ആ ഒരു ചാൻസ് മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ നടക്കുന്നവരാണെങ്കിലും ഒന്നും കൂടി അതിന്റെ ക്വാളിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HCGയുടെ ട്രിഗർ ഷോട്ട് കൊടുക്കും, അല്ലെങ്കിൽ എഗ് വളരാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നവരുണ്ട്. ഓൾറെഡി ഓവുലേഷൻ നടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള മെഡിസിൻസും അതുപോലെ നമ്മുടെ നാച്ചുറലി ചാനലിൽ പറഞ്ഞു കൊടുക്കുന്ന ഹോം റെമഡീസ് ആയിട്ടുള്ള ഗ്രാമ്പു വെള്ളവും കറുവപ്പട്ട വെള്ളവും ഉണക്കമുന്തിരി വെള്ളവും ഒക്കെ കുടിക്കുമ്പോഴേക്കും ഓൾറെഡി ഉണ്ടാകുന്നതിനേക്കാളും ഒരു 2 ദിവസം മുൻപൊക്കെ ഓവുലേഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡിൽ ഒരിക്കലും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ചേഞ്ചസിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓവുലേഷൻ നടക്കുന്നതിന് മുൻപായിട്ട് ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. സെർവിക്കൽ മ്യൂക്കസിൽ വ്യത്യാസം ഉണ്ടാകും, അതല്ലെങ്കിൽ നമുക്ക് സെക്സ് ഡ്രൈവിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം നമുക്ക് കൂടിക്കൂടി വരും. ബ്രസ്റ്റിൽ വേദന, അടിവയറിൽ വേദന, അങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തിന് മുൻപായിട്ട് ഉണ്ടാകും. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെയും കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു മാസവും പിന്നീട് അങ്ങോട്ടേക്കുള്ള മാസങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എന്നാണോ നിങ്ങളുടെ പീരിയഡ്സിന്റെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്നത് ആ ദിവസം മുതൽ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങണം. എല്ലാ ദിവസവും കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നില്ല, പക്ഷെ 48 hours കൂടുമ്പോഴെങ്കിലും ഈ ഒരു കോണ്ടാക്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും ഒരു ടെൻഷൻ ഉണ്ട്, സ്പേമിന്റെ വോളിയം കുറഞ്ഞു പോകുമോ, മോട്ടിലിറ്റി അഫക്റ്റ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. സ്ത്രീകൾക്കെന്ന് പറയുന്നത് ആ ഒരു മാസം ആ ഒരു എഗ് വളരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരിക്കലും ആ ഒരു സ്പേം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അതുപോലെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു 8
സംശയങ്ങൾ നമ്മളിവിടെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര തവണ കോണ്ടാക്ട് ചെയ്യണം എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. ഒരു ദിവസത്തിൽ ഒരു തവണ, അത് 48 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പീരിയഡ്സിന്റെ 10th ഡേ മുതൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 10th 12th 14th അങ്ങനെ മാക്സിമം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അതല്ലാതെ ഓരോ ദിവസവും കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യുന്നതോട് പ്രശ്നമില്ല കേട്ടോ. അതിനുശേഷം നിങ്ങൾ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓവുലേഷൻ ഡേറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ 14th ഡേ ആണ് നിങ്ങളുടെ ഓവുലേഷൻ എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 14ഉം 15ഉം 16ഉം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കൂളായിട്ടുള്ള ടെമ്പറേച്ചർ നമുക്കിപ്പോൾ ഒരു വിൻ്ററിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഹോർമോൺ ചേഞ്ച് ഉണ്ടാകും. പല സ്ത്രീകൾക്കും പീരിയഡ്സിൻ്റെ ഡേറ്റിലൊക്കെ വ്യത്യാസം ഈ സമയത്ത് വരും. അപ്പോൾ ചിലപ്പോൾ ഓവുലേഷൻ നടക്കാനായിട്ട് 1-2 ദിവസം നമുക്ക് ചിലപ്പോൾ താമസം വരാം. അതുകൊണ്ട് ആ ദിവസവും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം കൂടി അപ്പുറത്തേക്കും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. അടുത്തത് ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഏത് നേരത്താണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. നമ്മൾ ഉറക്കം എഴുന്നേക്കുന്ന ആ ഒരു സമയത്ത് പുരുഷൻ്റെ സ്പേം ഭയങ്കര പവർഫുൾ ആയിരിക്കും. അതിന് ഒരുപാട് നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ടാകും. ആ ഒരു സമയത്ത് ഒരുപാട് ഉഷാറോട് കൂടിയിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. അതേസമയം അലാം വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു താല്പര്യം ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. ഇതിന് വേണ്ടിയിട്ട് അലാം വെച്ചിട്ട് ആരും എണീക്കേണ്ട. പക്ഷെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷ് ആണ്, നിങ്ങൾ എനർജറ്റിക് ആണ്, ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുന്നത് ഒരുപാട് എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഏകദേശം ആ ഒരു കോണ്ടാക്ട് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു 2 ദിവസം കൂടി നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർഗാസത്തെ പറ്റിയിട്ടാണ്. സ്ത്രീകൾക്ക് ഓർഗാസം ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫെർട്ടിലിറ്റിയുടെ ആ ഒരു റേറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഓർഗാസം ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നു. അതായത് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി സ്ത്രീകൾക്ക് ഉണ്ടാകും. അവർ എൻജോയബിൾ ആകുന്നതിനനുസരിച്ചിട്ട് മസിൽസ് സ്ട്രെച്ച് ആകും, ഒരു മൈൻഡിൽ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും, ഒരു റിലാക്സേഷൻ ഉണ്ടാകും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇതെല്ലാം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും ആ സെമൻ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു അളവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഒരു പരിധി വരെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ട് പോകാനായിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കുന്നതിലൂടെ സാധിക്കും. അതുകൊണ്ട് ഫോർപ്ലേയിലൂടെ സ്ത്രീകൾക്ക് ഓർഗാസം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അടുത്ത എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അപ്പോൾ ഓർഗാസം ഉണ്ടായില്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നതിനെ പറ്റിയിട്ട്. ഓർഗാസം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും പ്രഗ്നൻ്റ് ആകുന്നത്. അതുപോലെ ഈ റേപ്പ് വിക്ടിംസ് ഒക്കെ അവർക്ക് ഓർഗാസം ഉണ്ടായിട്ടല്ലല്ലോ അവർക്ക് പ്രഗ്നൻ്റ് ആകുന്നത്. അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരില്ലേ. ഓർഗാസം ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കും, അത്രയേ ഉള്ളൂ. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് പെയിൻഫുൾ ആയിരിക്കും. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ദിവസങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കാരണം കോണ്ടാക്ട് ചെയ്യുമ്പോൾ വേദന ഉണ്ടാവുന്നു, അസ്വസ്ഥത ഉണ്ടാവുന്നു, ഒട്ടും തന്നെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ആയി പോകുന്ന ആളുകളുണ്ട്. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എപ്പോഴും സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആയിരിക്കണം. അതല്ലെങ്കിൽ സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ ഇത് ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ചില ആളുകൾ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, എഗ് വൈറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആകും, പക്ഷേ സ്പേമിൻ്റെ നല്ലൊരു മൂവ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസിൻ്റെ അളവ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് കൂട്ടാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ക്യാരറ്റ് കഴിക്കാവുന്നതാണ്, അതുപോലെ ക്യുക്കുംബർ കഴിക്കാവുന്നതാണ്, വാട്ടർമെലൺ കഴിക്കാവുന്നതാണ്, ഒപ്പം ഗ്രാമ്പൂ വാട്ടർ കുടിക്കാവുന്നതാണ്, അതുപോലെ വെള്ളം ധാരാളം കുടിക്കാവുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്തിട്ടും ഓർഗാസം ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് കോൺസീവൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് നമുക്ക് ഡോക്ടർ എഴുതി തരുന്ന, അങ്ങനെ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റാത്തൊരു മെഡിസിനാണിത്. അത് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടറുടെ പറഞ്ഞതിന് ശേഷം ആ മെഡിസിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഡിസ്ചാർജിൻ്റെ ഇഷ്യൂസ് നമുക്ക് ഏറെക്കുറെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവർ ആ ഒരു എക്സസൈസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു പെനിട്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡെങ്കിലും ആ ഒരു പൊസിഷനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. എന്നിട്ട് പയ്യെ ലൂസായിട്ട് വേണം ആ ഒരു നമ്മുടെ ആ ഒരു അറ്റാച്ച്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ലൂസായിട്ട് പയ്യെ സ്മൂത്തായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫോഴ്സ്ഫുള്ളി ഒന്ന് സെപ്പറേറ്റ് ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതിനുശേഷം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സോ അല്ലെങ്കിൽ 10 മിനിറ്റ്സോ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യുന്നത് പെൽവിക്കിന്റെ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത് സ്പേമിന്റെ മൂവ്മെന്റിനെ ഒരുപാട് സഹായിക്കുന്നു. എഗ് ആ സമയത്ത് ശരീരത്തിലുണ്ടെങ്കിൽ വെറും 30 മിനിറ്റ്സിനകം തന്നെ ഫോർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റിയും നമ്മുടെ ശരീരത്തിന് ഇത് കൊടുക്കുന്നു. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് അല്ലാതെ നമുക്ക് ബ്രിഡ്ജ് പോസ് എക്സസൈസും അതുപോലെ പില്ലോ, നമ്മുടെ ഹിപ്പിന്റെ അണ്ടറിൽ പില്ലോ വെക്കുന്നത് ഈ ഒരു പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഒരുപാട് വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഫെർട്ടിലിറ്റിയിലോട്ട് കടക്കുമ്പോഴേക്കും നമ്മൾ മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും ചാനലിൽ ഒരുപാട് നെഗറ്റീവ് പീപ്പിൾസ് ഒരുപാട് പേരുണ്ട്. കാരണം ആണാണോ പെണ്ണാണോ എന്നറിയാത്ത നെഗറ്റീവായിട്ടുള്ള വൈബ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര വൾഗറായിട്ടുള്ള രീതിക്ക് കമൻറ്റ്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കമൻറ്റ്സ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈൻ വായിച്ചതിന് ശേഷം ആ കമൻറ്റ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അത് മുഴുവൻ വായിക്കുക, അത് റിപ്പോർട്ട് അടിച്ചിട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക കേട്ടോ. ഫെർട്ടിലിറ്റി റിലേറ്റഡ് ടോപ്പിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി ചെയ്യുന്നതിന് ഒരു ആത്മാർത്ഥത ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.